ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് ഈ അരവൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് പിടിക്കണം കേട്ടോ. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ തലേദിവസം രാത്രിയൊക്കെ ഇതുപോലെ അരവൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ താഴ്ത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിറ്റേന്ന് രാവിലെ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എത്ര സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് സമയമില്ലാത്തതുകൊണ്ട് 1/2 മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ചിക്കൻ ഇങ്ങനെ അരവ് തേച്ച് വെക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിവിടെ അടച്ചു വയ്ക്കാം. നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു കാസ്റ്റേണിൻ്റെ പാത്രത്തിലാണ്. ഒരു കടായിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ്. ഇത് ഫ്രീ സീസണിങ്ങാണ്, സീസൺ ചെയ്ത് വരുന്നതാണ്. നമ്മൾ വീണ്ടും ഇത് സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ട് ഒരു സ്പോഞ്ച് കൊണ്ട് കഴുകി എന്താ പറയുക നന്നായി തുടച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്താൽ നമുക്ക് സൂപ്പറായിട്ട് നോൺ സ്റ്റിക്കിൽ എങ്ങനെ കുക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എന്താ പറയുക ബിസ്മി കിച്ചൺ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കഴുകി എടുത്ത് വയ്ക്കുമ്പോൾ വെള്ളമൊന്നുമില്ലാതെ ഉണക്കി അല്പം എണ്ണയൊക്കെ തൂത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഒരു പ്രാവശ്യം വാങ്ങിയാൽ തന്നെ നമുക്കിത് കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇരുമ്പ് പാത്രങ്ങളുടെ പ്രത്യേകത. പിന്നെ നമുക്കിത് എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വേഷം കൂടിയാണ് കാസ്റ്റൺ പാത്രങ്ങൾ. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 3 മീഡിയം വലിപ്പമുള്ള സവാള ഒന്നിങ്ങനെ ഇതുപോലെ വഴറ്റിയെടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം തീരെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കാസ്റ്റേൺ പാത്രങ്ങൾ കുക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. ഇതുണ്ടോ തീരെ ഒട്ടിപ്പിടിച്ചിട്ടും ഒന്നുമില്ല. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് എന്താ പറയുക ഗ്യാസും കുറച്ച് ഉപയോഗിച്ചാൽ മതി. ചട്ടി ചൂടാവുന്ന സമയം മാത്രമാണ് നമുക്ക് ഇതിന് കൂടുതൽ എടുക്കുക. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസും ഒക്കെ ലാഭിക്കാൻ പറ്റും അയൺ പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഈ പച്ചമുളക് കൂടി ഒന്ന് ഇതിലൊന്ന് വാടി വരട്ടെ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. കണ്ടോ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം സവാളയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല നോൺ സ്റ്റിക്ക് നമ്മൾ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെയും കൂടി ആ പച്ചക്കുത്ത് പോകുവോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരവ് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എന്താ അയൺ പാത്രങ്ങളായതുകൊണ്ട് തന്നെ കാസ്റ്റേണിൻ്റെ പാത്രങ്ങളായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് നിൽക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു അടച്ച് വെക്കാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിന് മാത്രമല്ല നെയ്ച്ചോറ് അതുപോലെ തന്നെ എന്താ പറയുക ചപ്പാത്തി അപ്പം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പെഷ്യൽ ചേരുവയാണ് കേട്ടോ ഇത്. ഈ 2 ചേരുവ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിലേക്ക് എന്താ പറയുക ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ തന്നെ ചിക്കൻ ഒരു പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടികളുടെ ആ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെക്കാനും മറക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. പകുതി തക്കാളിയുടെ ആവശ്യമുള്ളൂ. ഈ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക് നമ്മൾ ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. ഒരു പകുതി തക്കാളി മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം ഞാൻ ഒന്നുകൂടെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. മീഡിയത്തിൽ നിന്ന് ഒരല്പം, ലോയിലേക്ക് വെക്കരുത്, മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കാം. മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ അങ്ങനെ വെച്ചാൽ മതി. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഈ സമയത്ത് 3/4 ഭാഗത്തും ലെയർ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒരല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല തിളച്ച വെള്ളം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് തീരെ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം, തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ. ഇനി ഞാനൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മാത്രം നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ മണമാണ് വരുന്നത്. ഈ സമയത്താണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്തിട്ട് നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ ഓൾറെഡി വെന്തുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഒരുവിധം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കുന്നത്. കാസ്റ്റൺ പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ നമ്മൾ വെക്കാതിരിക്കുക. അത് എന്താ പറയുക, നമ്മൾ കുക്കിങ് കഴിഞ്ഞാൽ വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഈ പാത്രം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് ഒന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുക. വെള്ളം തട്ടാത്ത ഭാഗത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇത് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും, കാസ്റ്റൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇത് അപ്പം, ചപ്പാത്തി, പുട്ട്, ദോശ, അതുപോലെ കുബൂസ്, ഇതിൻ്റെ ഒപ്പമൊക്കെ നെയ്ച്ചോറ്, അങ്ങനെ ഫ്രൈഡ് റൈസ്, അതിൻ്റെ ഒപ്പമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചിക്കൻ കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.